എല്ലാവർക്കും വെൽത്തി ആവണമെന്ന് അതേ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ജോലി ചെയ്യുന്നു, അതേപോലെ തന്നെ കിട്ടിയ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് കാണുന്നില്ല എന്നതാണ് വസ്തുത. വെൽത്തി ആവണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം ക്യാഷ് ഉണ്ടാക്കണം, മേക്ക് മണി. അതിനുശേഷം ക്യാഷ് സേവ് ചെയ്യണം, അതിനുശേഷം ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം, അതിനുശേഷം സ്പെൻഡ് ചെയ്യണം. എന്നാൽ അതിൽ നിന്നെല്ലാം തീർത്തും ഡിഫറെൻ്റ് ആണ് നമ്മൾ. ക്യാഷ് ഉണ്ടാക്കുന്നു, അത് സ്പെൻഡ് ചെയ്യുന്നു. സേവ് മണി, ഇൻവെസ്റ്റ് മണി എന്ന കാര്യം ഇല്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ ക്യാഷ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, വളരെയധികം ടൈം വർക്ക് ചെയ്ത് നമ്മളെല്ലാം ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ആ ക്യാഷ് എങ്ങനെ സേവ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. നമ്മളെല്ലാവരും തന്നെ വളരെയധികം അധ്വാനിക്കുന്നുണ്ട്. സാലറി ആയിട്ടും മറ്റ് ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്നെല്ലാം നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. എന്നാൽ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ വരുമാനത്തെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് അല്ലെങ്കിൽ സേവിങ്സിലോട്ട് മാറ്റണം. അതായത് നമ്മൾ മാനുവലി മാറ്റുമ്പോഴാണ് നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതൊരു നമുക്ക് ഹാബിറ്റ് അല്ലാത്തതുകൊണ്ട്. എന്നാൽ ഇതിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോട്ട് ഒരു SIP എന്ന വണ്ണം ഓട്ടോമേറ്റ് ചെയ്യുക. ഒരു നിശ്ചിത എമൗണ്ട് SIPയിലോട്ട് പോകുന്ന തരത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ Paytm പോലുള്ള ആപ്പുകൾ ത്രൂ നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു അക്കൗണ്ടിലോട്ട് ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് മാസാമാസം മറ്റൊരു അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാസം മാറ്റുക. ഇങ്ങനെ ഡിഫറെൻ്റായ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സേവ് ചെയ്യുക, മറ്റൊരു അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് സേവ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോട്ടോ ഗോൾഡിലോട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡിലോട്ടോ നിങ്ങൾ മാറ്റി ക്യാഷ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയോ സേവ് ചെയ്യുകയോ ചെയ്യേണ്ടത് വളരെയധികം നിർബന്ധമായ കാര്യമാണ്. അടുത്തതായി UPI പേയ്മെൻറ്റുകൾ കട്ട് ചെയ്യണം. നമ്മളെല്ലാവരും തന്നെ ഇന്ന് UPI പേയ്മെൻറ്റുകൾ ത്രൂ ആണ് പേയ്മെൻറ്റുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പണം കൊടുക്കുന്നതും മറ്റെല്ലാം, അല്ലെങ്കിൽ സ്വീകരിക്കുന്നതെല്ലാം. ഈ UPI പേയ്മെൻറ്റിലൂടെ പണം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചിലവാക്കുകയോ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പണത്തെക്കുറിച്ചുള്ള അളവ് അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യം അറിയാതെ നമ്മൾ ചിലവഴിക്കുന്നു എന്നതാണ്. നോർമലി ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ പണത്തിൻ്റെ മൂല്യം കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ UPI പേയ്മെൻറ്റുകൾ ത്രൂ ആണെങ്കിൽ അങ്ങ് സ്കാൻ ചെയ്തു പേ ചെയ്യുന്നു, ആ വില നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എത്രത്തോളം അധ്വാനിക്കുന്നുണ്ട് ഈ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി എന്നതിൻ്റെ വില മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വില അറിഞ്ഞ് നമ്മൾ ചിലവാക്കണമെങ്കിൽ UPI പേയ്മെൻറ്റ് കട്ട് ചെയ്യണം. അതിന് പകരം ലിക്വിഡ് ക്യാഷ് ആക്കി ചിലവഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ UPI പേയ്മെൻറ്റ് ത്രൂ ആണ് നമ്മൾ ചിലവഴിക്കുന്നതെങ്കിൽ ക്യാഷ് ഓവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമുക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ UPI പേയ്മെൻറ്റ് എന്നുള്ള സംഭവം കട്ട് ചെയ്യുന്നത് വളരെയധികം ഉപകാരമാണ് പേഴ്സണൽ ലൈഫിൽ. അടുത്തതായി ഒരു ഓപ്ഷനാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക എന്നത്. അതായത് ചുരുങ്ങിയ സമയത്തേക്ക് 45 ദിവസത്തോളം നമുക്ക് പലിശരഹിത കടം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതെല്ലാം പലിശരഹിതമായി വാങ്ങിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ അത് നമുക്ക് സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാനും അതോടുകൂടി തന്നെ റിവാർഡ് പോയിന്റുകൾ കിട്ടാനും അത് കാരണമായി തീരും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണോ അത്രയും എമൗണ്ട് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടത് വളരെയധികം നിർബന്ധമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ 35%, 40% ഇൻട്രസ്റ്റ് നിങ്ങൾ അടയ്ക്കേണ്ടതായി വരും. നിങ്ങളുടെ സിബിൽ സ്കോറും അതോടുകൂടി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നിങ്ങളുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ വേണം. അതേപോലെ തന്നെ അത് നിങ്ങളുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാനും റിവാർഡ് പോയിന്റുകൾ ക്ലെയിം ചെയ്ത് അത് നിങ്ങൾക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപകരിക്കാനും നിങ്ങൾക്ക് സഹായകരമായി തീരും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം ഉപകാരമാണ്. അടുത്തതായി ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പും 30 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി 30 ദിവസം വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? അതായത് ചില പ്രോഡക്റ്റുകൾ എമർജൻസിയായി വാങ്ങിക്കേണ്ടതാണ്. അതായത് ചില പ്രോഡക്റ്റുകൾ വാങ്ങിക്കേണ്ടത് അത്യാവശ്യമായിരിക്കും. അതേപോലെ തന്നെ ചില പ്രോഡക്റ്റുകൾ ആവശ്യം മാത്രമായിരിക്കും.
എന്നാൽ ചില പ്രോഡക്റ്റുകൾ തന്നെയോ നമ്മൾ പിന്നീട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ വാങ്ങിച്ചാൽ തന്നെ അതൊരു മൂലക്കിടും. അപ്പോൾ അതുവഴി നമുക്ക് ക്യാഷ് അത്രയും നഷ്ടമാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് 30 ദിവസം നമ്മൾ ഗ്യാപ്പ് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സ് മാറാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ അത് വാങ്ങിക്കേണ്ടി വരില്ല. അപ്പോൾ ആ ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു 30 ദിവസം ടൈം പീരീഡ് ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് ഗ്യാപ്പ് ഇടുകയാണെങ്കിൽ അത് അത്യാവശ്യമാണോ, ആവശ്യമാണോ, അതോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ നമുക്കത് സഹായകരമായി തീരും. അടുത്തതായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മുടെ പ്രൊഫഷണൽ ജോബ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് പല പ്രോഡക്റ്റുകളും വാങ്ങിക്കേണ്ടതായി വരും. അപ്പോൾ ചില പ്രോഡക്റ്റ് നമുക്ക് എപ്പോഴും വാങ്ങിക്കേണ്ടതായി അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യേണ്ട പല പ്രോഡക്റ്റുകളും നമുക്കുണ്ടായിരിക്കും. എന്നാൽ ചില പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ വളരെ വലിയൊരു എമൗണ്ട് അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരും. എന്നാൽ അതിന് വേണ്ടുന്ന ഒരു റിട്ടേൺ നമുക്ക് ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധവുമില്ല. ഒരു എക്സാമ്പിൾ, ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വ്യക്തി ധാരാളം ക്യാമറകൾ യൂസ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ ധാരാളം ലെൻസുകൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, പണമായിട്ട് തന്നെ. എന്നാൽ അതിന് പകരം ഈ പ്രോഡക്റ്റുകളെല്ലാം കൂടെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിലോ, അതായത് നമുക്ക് ക്യാമറയ്ക്ക് അനുസരിച്ച് അത് സ്വിച്ച് ചെയ്ത് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറ്റാം. അതേപോലെ തന്നെ ക്യാമറയ്ക്ക് വേണ്ടുന്ന ലെൻസും ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് നമുക്കത് ലാഭകരമായി നമുക്ക് വിനിയോഗിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മൾ പരമാവധി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് വളരെയധികം ഉപകാരമാണ്. അതേപോലെ തന്നെ ചില പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് അത് ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നത് പലപ്പോഴും നഷ്ടമാണ്. എന്നാൽ അതിന് പകരമായിട്ട് ബൾക്ക് പർച്ചേസ്, ഒരുമിച്ച് തന്നെ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് വളരെയധികം ഉപകാരമായിരിക്കും. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് കിട്ടാനും അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടാനും വളരെയധികം ഉപകാരമായി തരും. അടുത്തതായി, ഇതേപോലുള്ള പർച്ചേസ് ആക്ടിവിറ്റികൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഒന്ന്, വയറ് നിറച്ച് ഫുഡ് കഴിച്ചു പോകുക. സെക്കൻഡ്, ലിസ്റ്റ് തയ്യാറാക്കുക. വയറ് നിറച്ച് ഫുഡ് കഴിച്ചു പോയി കഴിഞ്ഞാൽ പുറത്തു നിന്ന് ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആ ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റവും കൂടുതൽ ക്യാഷ് എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? പുറത്തു നിന്ന് ഫുഡ് കഴിക്കാനായിരിക്കും. അപ്പോൾ ആ ടെൻഡൻസി അല്ലെങ്കിൽ ആ ഹാബിറ്റ് മറികടക്കണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്നും വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് പോകുക. അതേപോലെ തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ കയറുമ്പോൾ പല സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിടുന്നത് അല്ലെങ്കിൽ ബാസ്ക്കറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് മറികടക്കണമെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി പോവുകയാണെങ്കിൽ മാക്സിമം ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല പ്രോഡക്റ്റുകളും ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം ക്യാഷ് ബാക്കുകളും ഡിസ്കൗണ്ടുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിസ്സാര കാരണങ്ങൾ കൊണ്ട് തന്നെ ആ ഡിസ്കൗണ്ടുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. ചെറിയ ഡിസ്കൗണ്ടുകൾ ആണെങ്കിൽ കൂടെ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതിന് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, അതിന് ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ UPI ത്രൂ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇത്ര എമൗണ്ടിന് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് വാങ്ങിക്കുക. അതേപോലെ തന്നെ ഡിസ്കൗണ്ടുകളും ക്യാഷ് ബാക്കുകളും കൂടുതൽ ലൈഫിൽ പ്രയോജനപ്പെടുത്തുക. അടുത്തതായി, നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിൽ ധാരാളം ലോണുകൾ നമുക്കുണ്ടായിരിക്കും. പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ലോണുകൾ, ഹോം ലോൺ ആയിക്കോട്ടെ, വെഹിക്കിൾ ലോൺ ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെൻറ്റ് ലോണുകൾ നമ്മുടെ ഓരോരുത്തരെയും പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഇൻട്രസ്റ്റ് കൂടിയ ലോണുകൾ പരമാവധി വേഗത്തിൽ ക്ലോസ് ചെയ്യുന്നത് വളരെയധികം ലാഭകരമാണ്. ഓരോ ലോണുകൾക്കും നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് ഇനത്തിൽ വളരെ വലിയൊരു എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് നമുക്ക് വളരെയധികം സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുന്നത്. അതായത് അത്രയും നമുക്ക് ലോസാണ് വരുന്നത്. എന്നാൽ ഇൻട്രസ്റ്റ് കൂടിയ ലോണുകൾ പരമാവധി വേഗത്തിൽ ക്ലോസ് ചെയ്യുകയും ഇൻട്രസ്റ്റ് കുറഞ്ഞവ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ ആക്ഷൻസ് സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ക്യാഷ് നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ തന്നെ വലിയൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി, നമ്മളെല്ലാവരും തന്നെ ഇൻഷുറൻസ് എടുക്കണം. എന്തിനാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്? അതായത് ഒരു ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഉള്ളത് വളരെയധികം ഉപകാരമാണ്. അതായത് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫിനാൻഷ്യലി തകർക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്കുണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരമാണ്.
എന്നാൽ അത് ചെറുപ്രായത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ പ്രീമിയം അത്രയും കുറവ് അടച്ചാൽ മതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫിനാൻഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇൻഷുറൻസ് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കേണ്ടത് നിർബന്ധമാണ്. അടുത്തതായി ബഡ്ജറ്റ് തയ്യാറാക്കണം. ഓരോ മാസവും നമ്മൾ എന്തിനൊക്കെ എമൗണ്ട് ചെലവഴിക്കണം, അതേപോലെ തന്നെ എന്തിനെല്ലാം ചെലവഴിക്കരുത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കണം. എന്നാൽ അവിടെ നമ്മൾ 50-30-20 എന്ന് പറയുന്ന റൂള് നമ്മൾ നടപ്പാക്കി അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഈ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത്. അതേപോലെ തന്നെ മാസം മാസം ഈ ബഡ്ജറ്റ് ഓഡിറ്റ് ചെയ്യുകയും അനാവശ്യ ചെലവുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുകയും വേണം. അങ്ങനെ നമ്മുടെ സേവിങ്സ് നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡിൽ ക്യാഷ് സേവ് ചെയ്താൽ മാത്രം പോരാ. ക്യാഷ് സേവ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ വരുമാന മാർഗങ്ങൾ നമ്മൾ ഉയർത്തണം, അല്ലെങ്കിൽ വരുമാനം നമ്മൾ വർദ്ധിപ്പിക്കണം. അതിന് ഫ്രീലാൻസായി വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, സൈഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെ എന്ത് തന്നെ ആക്കിയിട്ടാണെങ്കിലും നമ്മുടെ ഇൻകം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇൻകം വർദ്ധിപ്പിച്ചാൽ മാത്രം മതിയോ? ഈ ധാരാളം ക്യാഷ് സേവ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇത് കൃത്യമായി ഗോൾഡിലോ സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ വളരെയധികം ഉപകാരമായെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതേപോലുള്ള അറിവുകൾ നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജുകൾ ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.